Dear students, welcome back to GDEC. Last class we yes or no questions discuss here. We were discussing yes or no questions in the last class, and today we are going to analyze other questions asked in the examinations. We are going to discuss examples. Okay, yes or no type questions. പലതരത്തിലുള്ള എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഫസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത ഒരു എക്സാമ്പിൾ ഡസ് ഷീ സിംഗ് എ സോങ് എന്നുള്ളതായിരുന്നു. ദി സെന്റൻസ് ഈസ് ചേഞ്ച്ഡ് ഇൻ ടു റിപ്പോർട്ടർ സ്പീച്ച് ആൻഡ് വി ഹാഡ് ഗോട്ട് ദി ആൻസർ. ആൻഡ് ടുഡേ വി ആർ കണ്ടിന്യൂയിങ് ദ എക്സാമ്പിൾസ്. ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിളായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ അന്ന് പറഞ്ഞു റിപ്പോർട്ട് ചെയ്യാൻ വി യൂസ് ദ സെയിം പേഴ്സൺ ഹു വാസ് റിപ്പോർട്ടിംഗ് ദ സെന്റൻസസ്. ദർ വാസ് എ ഹി ആയിരുന്നു, അയാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ ചെയ്തത്. അതേ സബ്ജക്റ്റ് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നു. ഹി സെഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഹി സെഡ് അല്ലെങ്കിൽ ഹി ആസ്ക്ഡ് എന്ന് പറയാം. എന്താണ് അദ്ദേഹം ചോദിക്കുന്നത് നോക്കാം. വിൽ യു ബൈ മൈ ഫ്ലവേഴ്സ് എന്നൊരു ചോദ്യം നമ്മളോട് ചോദിച്ചു, എന്നോട് ചോദിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. ഹി ആസ്ക്ഡ് മീ വിൽ യു ബൈ മൈ ഫ്ലവേഴ്സ്. ഇതിനെങ്ങനെയാണ്, ഇതൊരു yes or no ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എങ്ങനെ ഇതിനെ മാറ്റാൻ സാധിക്കുന്നതാണ്. എങ്ങനെ മാറ്റാൻ സാധിക്കും? വിൽ യു ബൈ മൈ ഫ്ലവേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിനെ എങ്ങനെ മാറ്റും? നമുക്കറിയാം, ഇത് yes or no ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ വാട്ട് വിച്ച് വേറൊന്നുമില്ല. അപ്പൊ എങ്ങനെയായിരിക്കും ഉത്തരം കിട്ടുക? ഒന്ന് പറഞ്ഞു നോക്കിയേ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മളൊന്ന് ശ്രമിച്ചു നോക്കിയേ. എന്തായിരിക്കണം വരുന്നത്? ഹി ആസ്ക്ഡ് എന്ന് മാറും, കാരണം yes or ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ആസ്ക്ഡ് ആയിട്ട് മാറും. നമുക്കറിയാം, ഹി ആസ്ക്ഡ് മീ വിൽ യു ബൈ മൈ ഫ്ലവേഴ്സ് എന്നാണ്. അപ്പൊ നമ്മളത് മാറ്റുമ്പോൾ എന്തായിട്ട് മാറും? ഹി ആസ്ക്ഡ് മീ വെദർ അല്ലെങ്കിൽ ഈഫ് ഉപയോഗിക്കണം നമ്മൾ പറഞ്ഞു. വെദർ ഐ വുഡ് ബൈ ഹിസ് ഫ്ലവേഴ്സ് എന്നായിട്ട് മാറും. അപ്പൊ ആൻസർ ഇതാണ്. ഹി ആസ്ക്ഡ് മീ വെദർ ഐ വുഡ് ബൈ ഹിസ് ഫ്ലവേഴ്സ്. വിൽ യു ബൈ മൈ ഫ്ലവേഴ്സ് എന്ന ചോദ്യം. വിൽ യു ബൈ മൈ ഫ്ലവേഴ്സ്. അപ്പൊ നമ്മളത് ട്രാൻസ്ഫോം ചെയ്യുന്നു. വി ഗെറ്റ് ദി ആൻസർ. ഹി ആസ്ക്ഡ് മീ വെദർ ഐ വുഡ് ബൈ ഹിസ് ഫ്ലവേഴ്സ്. ഓക്കെ, ഇതാണ് സെക്കൻഡ് എക്സാമ്പിൾ. ഇത് നമുക്ക് വേറൊരു എക്സാമ്പിൾ ചെയ്യാം. നെക്സ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഡിഡ് ഹി ഗോ ടു ദ മാർക്കറ്റ്? ഡിഡ് ഹി ഗോ ടു ദ മാർക്കറ്റ്? ഡിഡ് ഹി ഗോ ടു ദ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അത് ഏത് ടെൻസാണ്? ഡിഡ് ഉപയോഗിച്ചിരിക്കുന്നത് വിച്ച് ടെൻസ് ഈസ് ദിസ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ചോദ്യമാണ്, ചോദ്യരൂപത്തിലുള്ള ഒരു yes or no ക്വസ്റ്റ്യൻ ടൈപ്പുള്ള സെന്റൻസ് ആണ്. ഓക്സിലറി വെർബ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന. ഡിഡ് യു ഗോ ടു ദ മാർക്കറ്റ്? അവൻ മാർക്കറ്റിൽ പോയിരുന്നോ എന്നാണ് ചോദ്യം. ഹി ആസ്ക്ഡ് മീ, അദ്ദേഹം എന്നോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഡിഡ് ഹി ഗോ ടു ദ മാർക്കറ്റ്? അവൻ മാർക്കറ്റിൽ പോയിരുന്നു എന്നാണ്. അപ്പൊ ഹി ആസ്ക്ഡ് മീ വെദർ അല്ലെങ്കിൽ ഈഫ് ഉപയോഗിക്കാം. വെദർ ഓർ ഈഫ്. ഹി എന്തായിട്ട് മാറും? ഹി. ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഹി വെച്ചിട്ട് എന്താ പറയാൻ പോകും നമ്മൾ? സിമ്പിൾ പാസ്റ്റ് വന്നാൽ എന്തായി മാറണം നമ്മൾ പറഞ്ഞത്? നമ്മൾ കോളമൊക്കെ വരച്ചിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ കോളം വരച്ചിട്ട് എഴുതിയിട്ടുണ്ട്, നോട്ടിലേക്ക് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ട്. ഓരോ ടെൻസിനും വരുന്ന മാറ്റങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ടെൻസ് മുഴുവനും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടെൻസ് പഠിച്ചു, അതുപോലെ തന്നെ റൂൾസ് ഒക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഡിഡ് ഹി ഗോ ടു ദ മാർക്കറ്റ് എന്നുള്ള സെന്റൻസ് എന്താണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ഈ ക്വസ്റ്റ്യൻ. ഇതിനെ മാറ്റുമ്പോൾ നമുക്ക് കിട്ടുക എന്തായിരിക്കും? സിമ്പിൾ പാസ്റ്റ് എന്തായിട്ട് മാറണം? പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറണം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് മാറണം. അങ്ങനെയാണെങ്കിൽ ഹാഡ് പ്ലസ് പി പി ആണല്ലോ പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും ആൻസർ വരിക? ഡിഡ് ഹി ഗോ ടു ദ മാർക്കറ്റ്? ഹി ആസ്ക്ഡ് മീ. ഹി ആസ്ക്ഡ് മീ വെദർ അല്ലെങ്കിൽ ഈഫ് ഉപയോഗിക്കാം. ഹി. ഓക്കെ, അവനോടാ ചോദ്യം. ഹി. വെദർ ഹി ഹാഡ് ഗോൺ ടു ദ മാർക്കറ്റ് എന്നായിട്ട് മാറും. വി ഗെറ്റ് ദി ആൻസർ. വി വിൽ ഗെറ്റ് ദി ആൻസർ വെദർ ഹി ഹാഡ് ഗോൺ ടു ദ മാർക്കറ്റ്. ഹി ആസ്ക്ഡ് മീ വെദർ ഓർ ഈഫ് ഹി ഹാഡ്. വെദർ ഓർ ഈഫ്. വെദർ ഹി ഹാഡ് ഗോൺ ഓർ ഈഫ് ഹി ഹാഡ് ഗോൺ, രണ്ടും പറയാം. വെദർ ഹി ഹാഡ് ഗോൺ ടു ദ മാർക്കറ്റ്. അപ്പൊ നമ്മൾ സിമ്പിൾ പാസ്റ്റിലായിരുന്നു. ഡിഡ് പ്ലസ് പി പി ആണ് ചോദ്യം. നമ്മളത് മാറ്റിയപ്പോൾ ഹാഡ് പ്ലസ് പി പി ആയിട്ട് മാറി. വെദർ അല്ലെങ്കിൽ ഈഫ് ചേർത്തു എന്നുള്ളതാണ്. അത് കാരണം yes or no ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വെദർ അല്ലെങ്കിൽ ഈഫ് ചേർത്ത് കൊടുത്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ. അടുത്ത എക്സാമ്പിൾ, നമ്മുടെ രണ്ട് എക്സാമ്പിൾ, മൂന്നാമത്തെ എക്സാമ്പിൾ ചെയ്തപ്പോൾ ഇനി നാലാമത്തെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. വാസ് വെച്ചിട്ട് പറയാം നമുക്കൊരു എക്സാമ്പിൾ. പ്രസന്റ് പാസ്റ്റ് കണ്ടിന്യൂസ്. വാസ് പ്ലസ് ING വെച്ചിട്ട് ഒന്ന് പറഞ്ഞു നോക്കാം. വാസ് ഷീ ഡ്രോയിങ് എ ബേർഡ്? വാസ് ഷീ ഡ്രോയിങ് എ ബേർഡ്? അവളൊരു ബേർഡിനെ വരയ്ക്കുകയായിരുന്നോ? ഹി ആസ്ക്ഡ് മീ. നമുക്കൊരു സ്ട്രക്ചറിൽ പറയാം. ഹി സെഡ് ടു മീ ഓർ ഹി ആസ്ക്ഡ് മീ വെദർ എന്താ വരിക? ഷീ വാസ് ഡ്രോയിങ്, സോറി, വാസ് ഷീ ഡ്രോയിങ് എ ബേർഡ് എന്നാണ് ചോദ്യം.
അവളൊരു ചിത്രം അവളൊരു ബേർഡിനെ വരയ്ക്കുകയായിരുന്നോ എന്നാണ് ചോദ്യം. ഇതിനെ മാറ്റുമ്പോൾ വാസ് ഓർ വേർ പ്ലസ് ING ആണല്ലോ. അപ്പോൾ വാസ് ഓർ വേർ പ്ലസ് ING ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ പേര് നമുക്കറിയാം, ഏത് ടെൻസ് ആണെന്ന് നമുക്കറിയാം. ഏതാ? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അങ്ങനെയാണെങ്കിൽ ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ മാറ്റുമ്പോൾ ഏത് ടെൻസിലേക്കാണ് മാറണം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് ഏത് ടെൻസിലേക്ക് മാറ്റണം നമ്മൾ പഠിച്ചത്? പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് മാറും, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ സൂത്രവാക്യം എന്താ? ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? വാസ് ഷീ ഡ്രോയിങ് എ പിക്ചർ, വാസ് ഷീ ഡ്രോയിങ് എ ബേർഡ് എന്നുള്ള ആ ഒരു പാസ്റ്റ് കണ്ടിന്യൂസിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? ഹി ആസ്ക്ഡ് മീ വെദർ ഷീ ഹാഡ് ബീൻ ഡ്രോയിങ് എ ബേർഡ്. That is the answer. He asked me whether she had been drawing a bird എന്ന് ഉത്തരമാണ് കിട്ടുക. ഇതാണ് yes or no ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പാസ്റ്റ് കണ്ടിന്യൂസിനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റി എന്ന് മാത്രമല്ല, വേർഡ് ഓർഡർ എങ്ങനെ വരുന്നു നമ്മൾ പറഞ്ഞിരുന്നു. ക്വസ്റ്റ്യന്റെ വേർഡ് ഓർഡർ മാറണം, എന്നിട്ട് അത് സ്റ്റേറ്റ്മെന്റിന്റെ വേർഡ് ഓർഡറിലേക്ക് വി ഹാവ് ടു ട്രാൻസ്ഫോം ദ വേർഡ് ഓർഡർ ഇൻ ടു സ്റ്റേറ്റ്മെന്റ് ഓർ അസേർട്ടീവ് എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു പഠിച്ചതാണ്. അത് ഓർമ്മയിലില്ലാത്തവർ ഒന്നുകൂടി അത് കേട്ടിട്ട് കറക്റ്റായിട്ട് ഇത് പഠിച്ചു വെക്കുക. നോട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വായിച്ചു നോക്കുക. അപ്പോൾ അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല, നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇവിടെ ഈ ഓർഡർ മാറുന്നത് വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതാണ്, പാസ്റ്റ് കണ്ടിന്യൂസ് എന്തായിട്ട് മാറി? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് മാറി. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഹി ആസ്ക്ഡ് മീ, അദ്ദേഹം പറയാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞു. ഹി സെഡ് ടു മീ ഓർ ഹി ആസ്ക്ഡ്, ഹി സെഡ് എന്താ പറഞ്ഞു അറിയോ? ആം ഐ എ ഡോക്ടർ, ഞാനൊരു ഡോക്ടറാണോ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. അദ്ദേഹത്തെ കുറിച്ച് തന്നെ പറയാം. അദ്ദേഹം പറഞ്ഞു ആം ഐ എ ഡോക്ടർ, ഞാനൊരു ഡോക്ടറാണോ എന്ന് ചോദിച്ചു. സംശയം പറഞ്ഞവർ ചോദിച്ചു. പക്ഷെ അത് നമുക്ക് റിപ്പോർട്ട് ചെയ്താൽ മതി. ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യണമല്ലോ. എങ്ങനെ റിപ്പോർട്ട് ചെയ്യും? ഹി ആസ്ക്ഡ് മീ വെദർ അല്ലെങ്കിൽ ഈഫ് ചേർക്കാം. ആം ഐ എ ഡോക്ടർ എന്ന് പറയുമ്പോൾ ആം ഐ എ ഡോക്ടർ, ഞാൻ ഡോക്ടറാണോ എന്ന് പറയുമ്പോൾ അത് ആം എന്തായി മാറുന്നു? ആം ഈസ് ആർ ഒക്കെ വന്നാൽ എന്തായിട്ട് മാറും? വാസോ വേറായിട്ട് മാറും. അപ്പം അദ്ദേഹം ചോദിച്ചാൽ നമുക്ക് മാറ്റി പറയാം. എങ്ങനെ പറയാം? ഹി ആസ്ക്ഡ് മീ വെദർ ഹി വാസ് എ ഡോക്ടർ. ദാറ്റ് ഈസ് ദ ആൻസർ. ഹി ആസ്ക്ഡ് മീ വെദർ ഹി വാസ് എ ഡോക്ടർ. ഹി ആസ്ക്ഡ് മീ ഇഫ് ഹി വാസ് എ ഡോക്ടർ. രണ്ട് തരത്തിൽ നമുക്ക് എഴുതാം. അപ്പോൾ അതാണ് ഇതിന്റെ ആൻസർ ആയിട്ട്. സോ നോ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആൻസറുകൾ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു ഓർഡർ മാറുന്നത്, ഇതിന്റെ സ്ട്രക്ചർ വേർഡ് ഓർഡർ മാറുന്നതാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. മാത്രമല്ല യെസ് ഓർ നോ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടെ നമ്മൾ എപ്പോഴും ഈഫ് അല്ലെങ്കിൽ വെദർ ചേർത്തിരിക്കുന്നുള്ളതാണ്. അടുത്തായിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. ആറാമത്തെ എക്സാമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ക്യാൻ ഐ ഹെൽപ്പ് യു? ഹി ആസ്ക്ഡ് മീ, അദ്ദേഹം എന്നോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ക്യാൻ ഐ ഹെൽപ്പ് യു, ഞാൻ താങ്കളെ സഹായിക്കണമോ എന്ന് ചോദിച്ചു. ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ മാറ്റി പറയുന്നത് ക്യാൻ ഐ ഹെൽപ്പ് യു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് ഓക്സിലറി വെർബ്സ് ഉപയോഗിച്ച് തുടങ്ങുന്ന സെന്റൻസുകളാണ്. അപ്പൊ നമുക്ക് യെസ് ഓർ നോ ആണെന്ന് അറിയാം. ഇനി നമുക്ക് മാറ്റി നോക്കാം. ഹി ആസ്ക്ഡ് മീ, എന്താ ചോദിച്ചത്? ഹി ആസ്ക്ഡ് മീ വെദർ അല്ലെങ്കിൽ ഈഫ് ചേർക്കാം. പിന്നെ ക്യാൻ ഐ ഹെൽപ്പ് യു എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം ഇതിലെ ഐ ആരാണ്? അദ്ദേഹമാണ്, അയാളാണ്, ഹി ആണ്. അപ്പൊ നമുക്ക് പറയാം ഹി ആസ്ക്ഡ് മീ വെദർ ഹി കുഡ് ഹെൽപ്പ് മീ. ഹി ആസ്ക്ഡ് മീ വെദർ ഹി കുഡ് ഹെൽപ്പ് മീ എന്നായിട്ട് മാറും. അപ്പൊ ഇതിന്റെ വേർഡ് ഓർഡർ മാറി, ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മൾ ഇത് എഴുതി കഴിഞ്ഞു. അപ്പൊ ഇത്തരത്തിലാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിനെ ഈ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുന്നത്. ഇതിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ നിയമങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. പിന്നെ ഈ പറഞ്ഞ എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ മാറുന്ന വേർഡ് ഓർഡറിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ പഠിച്ചു വെക്കുക. ഇത് കൃത്യമായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നീറ്റായിട്ട് എക്സാമിന് നമുക്ക് ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റും. എക്സാമിന് ചോദിക്കുന്ന ഉറപ്പുള്ള ഒരു ക്വസ്റ്റ്യനിൽ പെട്ടതാണ് റിപ്പോർട്ടർ സ്പീച്ച്. അതിൽ തന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് റിപ്പോർട്ടർ സ്പീച്ചിലുള്ള ടഫായിട്ട് കാണുന്ന ഒരു ഭാഗമാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ WH ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും ഒക്കെ തന്നെ ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ. അപ്പൊ ഇതേപോലെ തന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇമ്പരറ്റീവ് സെന്റൻസിനെ കുറിച്ചാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇമ്പരറ്റീവ് സെന്റൻസുകളെ, ഹൗ ടു ചേഞ്ച് ഇമ്പരറ്റീവ് സെന്റൻസസ് ഇൻ ടു റിപ്പോർട്ടർ സ്പീച്ച്. വാട്ട് ആർ ദ റൂൾസ് യൂസ്ഡ് ടു ട്രാൻസ്ഫോം എ സെന്റൻസ് ഇൻ ടു reporter speech in imperative sentences. That is what we are going to learn in the next class.
ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഓർക്കുക, മനസ്സിൽ കുറിച്ച് വെക്കുക, എഴുതി വെക്കുക, എന്നിട്ട് നോട്ട് പഠിച്ച് നന്നായിട്ട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇമ്പറേറ്റീവ് ചെയ്യണം. അതിന് മുമ്പ് ഈ കഴിഞ്ഞു പോയ ക്ലാസ്സുകളിലുള്ള എല്ലാ നിയമങ്ങളും റൂളുകളൊക്കെ തന്നെ പഠിച്ച് മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. ടെൻസിന്റെ മാറ്റങ്ങൾ, മറ്റു വാക്കുകളുടെ പിന്നെ ഡിസ്റ്റൻസ് വേർഡ്സും പിന്നെ നിയറസ്റ്റ് വേർഡ്സും ഒക്കെ നമ്മൾ പഠിച്ചു. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ പഠിച്ചു വെക്കുക. എല്ലാം കൃത്യമായിട്ട് ഓക്കെ ആക്കി പഠിച്ചു വെക്കാം. ഓക്കെ.